ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ആൻജസ് കിച്ചൺ. എല്ലാവർക്കും ക്രിസ്മസ് ന്യൂ ഇയർ ആശംസകൾ. ഇന്ന് ഞാനിവിടെ ടർക്കി കറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പം ഇതിനായിട്ട് ഞാൻ ആദ്യം തന്നെ ഒരു പാൻ എടുത്ത് നന്നായി ചൂടായതിനു ശേഷം അതിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണയാണ് ചേർക്കുന്നത്. അപ്പം നമുക്ക് വെളിച്ചെണ്ണയോ വെജിറ്റബിൾ ഓയിലോ ഏത് തരം എണ്ണയും ഇതിലോട്ട് യൂസ് ചെയ്യാവുന്നതാണ്. എണ്ണ നന്നായി ചൂടായതിനു ശേഷം അതിലോട്ട് ഞാൻ ഒരു 1.5 ടീസ്പൂൺ കസ്കസ് ചേർക്കുകയാണ്. ആ കസ്കസ് നന്നായി ഒന്ന് പൊട്ടാൻ വേണ്ടി നമുക്ക് അനുവദിക്കാം. ഇത് നന്നായി പൊട്ടി വരുമ്പോഴത്തേക്ക് ഞാൻ അതിലേക്ക് കുറച്ച് ഉലുവ ചേർക്കുകയാണ്. അപ്പം നമ്മൾ ഇറച്ചിക്കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിൽ കുറച്ച് ഉലുവ ചേർത്ത് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ഫ്ലേവറാണ്. അതുകൊണ്ടാണ് ഞാൻ ഉലുവ ചേർക്കുന്നത്. അപ്പോൾ ഉലുവ നമുക്കൊന്ന് പൊട്ടാൻ അനുവദിക്കാം. ഈ സമയം ഞാനിവിടെ ഇഞ്ചിയും വെളുത്തുള്ളി അരിഞ്ഞതെടുക്കുകയാണ്. അപ്പം ഇത് ഏകദേശം ഓരോ ടീസ്പൂൺ വീതം ഇഞ്ചിയും വെളുത്തുള്ളിയും അരിഞ്ഞതാണ്. ചെറുതായി നുറുക്കിയ ഇഞ്ചിയും വെളുത്തുള്ളിയാണ്. അപ്പോൾ അതിൻ്റെ ആ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ആ ഒരു പച്ചപ്പൊന്ന് പോകുന്നത് വരേക്കും നമുക്ക് നന്നായിട്ട് ഇതിനൊന്ന് ചൂടാക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് അടുത്തതായിട്ട് ഞാൻ ഒരു 2 കമ്പ് കറിവേപ്പില ചേർത്തു. ഒപ്പം തന്നെ സവാള ചേർക്കുകയാണ്. ഒരു 3 ഇടത്തരം സവാള ഒരു ചെറിയ ക്യൂബ്സ് ആയിട്ട് അരിഞ്ഞതാണ് ഞാനിവിടെ ചേർത്തത്. എന്നിട്ട് നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കാം. അപ്പോൾ ഈ സ്റ്റേജിൽ തന്നെ നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഈ സവാളയിലോട്ട് നമ്മൾ കുറച്ച് ഉപ്പ് ചേർത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് സവാള വഴണ്ട് കിട്ടും. അപ്പോൾ ഇനി നമുക്കിതിനെ ഒന്ന് നന്നായി ഒന്ന് കൂട്ടി യോജിപ്പിക്കാം. എന്നിട്ട് ഞാനൊരു ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടാണ് ഞാനിപ്പോൾ ഇത് ചൂടാക്കുന്നത്. എന്നിട്ട് ഇതിനെ ഞാനൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കണം. അപ്പം നമുക്ക് എളുപ്പത്തിൽ, അതായത് വേഗം തന്നെ നമുക്ക് ഉള്ളി വഴണ്ട് കിട്ടും. അപ്പം ഞാനിവിടെ ഒരു 2 മിനിറ്റ്സ് കഴിഞ്ഞപ്പോൾ അടപ്പ് തുറന്ന് ഞാൻ അതിനൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുകയാണ്. ഇപ്പോൾ ഒരു ഹാഫ് ഡൺ ആണ് ഉള്ളി. എനിക്ക് കുറച്ചുകൂടി നന്നായിട്ട്, അതായത് ട്രാൻസ്ലൂസൻ്റ് ആയി കിട്ടണം. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ഒന്നും കൂടി ഒന്ന് അടച്ചു വെച്ച് വേവിക്കുകയാണ്. അപ്പോൾ വീണ്ടും ഞാൻ അടച്ചു വെച്ചൊരു 1 to 2 മിനിറ്റ്സ് വീണ്ടും ഒന്ന് ചൂടാക്കിയെടുക്കുക. അപ്പോൾ നമുക്കിവിടെ കാണാം, ഇപ്പോൾ ഒരു 2 മിനിറ്റ്സ് കഴിഞ്ഞ് ഞാൻ അടപ്പ് തുറന്നപ്പോൾ ഇതേപോലെ നന്നായി വഴണ്ട് നമുക്ക് ഉള്ളിയൊക്കെ നല്ല ട്രാൻസ്ലൂസൻ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് ഞാൻ ഇതിലേക്ക് ഒരു 2 തക്കാളിയും 3 പച്ചമുളക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഒരു 2 തക്കാളി, ഇടത്തരം തക്കാളി ഞാൻ കുറച്ച് വലിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞതാണ് ഞാനിവിടെ ചേർക്കുന്നത്. എന്നിട്ട് ഇതിനെ നമുക്ക് നന്നായിട്ട് ഈ ഉള്ളിയായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതിനെ അടച്ചു വെച്ച് ആ തക്കാളി നന്നായി വെന്ത് കിട്ടുന്നത് വരെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അപ്പം ഞാൻ ഇത് അടച്ചു വെച്ച് ഒരു 2 to 3 മിനിറ്റ്സ് വേവിക്കുകയാണ്. അപ്പോൾ ഒരു 2 to 3 മിനിറ്റ്സ് കഴിയുമ്പോൾ നമുക്കിവിടെ കാണാം തക്കാളിയൊക്കെ നന്നായിട്ട് വെന്തുടഞ്ഞിട്ടുണ്ട്. നമുക്ക് അതിനൊന്ന് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം, ഒന്ന് മാഷ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഉള്ളിയായിട്ട് തക്കാളി നന്നായി ചേർന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ പൊടികൾ ഓരോന്നായി ചേർത്ത് കൊടുക്കാം. അപ്പം ഞാനിവിടെ ഫ്ലെയിം നന്നായി, അതായത് തീ നന്നായിട്ട് ഏറ്റവും ലോ ഫ്ലെയിമിലിട്ടിട്ടാണ് ഞാനിവിടെ ഇനി ചൂടാക്കുന്നത്. അപ്പോൾ ആദ്യം ഇവിടെ ഞാൻ മഞ്ഞൾപ്പൊടിയാണ് ചേർത്തത്. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതിൻ്റെ പച്ചപ്പ് പോകുന്നവരേക്കും ഒന്ന് ചൂടാക്കി. അടുത്തതായിട്ട് മല്ലിപ്പൊടിയാണ് ചേർത്തത്. ഇത് ഞാനൊരു 3.5 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർക്കുന്നത്. അത് ഫുൾ ടീസ്പൂൺസ് ഓഫ് കൊറിയാണ്ടർ പൗഡർ അല്ലെങ്കിൽ മല്ലിപ്പൊടിയാണ് ഇവിടെ ചേർത്തത്. അപ്പോൾ ഇത് ഗ്രേവിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കുറച്ച് കൂടുതൽ മല്ലിപ്പൊടി ചേർക്കുന്നത്. എന്നിട്ട് അതിൻ്റെ ആ പച്ചപ്പൊന്ന് പോകുന്നത് വരേക്കും നമുക്ക് നന്നായിട്ടൊന്ന് ഇതേപോലെ ലോ ഫ്ലെയിമിലിട്ടൊന്ന് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ മുളക് പൊടിയാണ് ചേർക്കുന്നത്. അപ്പോൾ ഞാനിവിടെ കാശ്മീരി മുളക് പൊടിയാണ് എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല കളറ് കിട്ടും, പക്ഷേ സ്പൈസി കുറവായിരിക്കും, അതായത് ഭയങ്കര എരിവുണ്ടാവില്ല. അപ്പം ഞാനിവിടെ ഏകദേശം ഒരു 2.5 ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർക്കുന്നത്. അപ്പം നമുക്ക് നമ്മളുടെ എരിവിനനുസരിച്ച്, ഓരോരുത്തരുടെയും എരിവിനനുസരിച്ച് മുളക് പൊടിയുടെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാവുന്നതാണ്. അപ്പം ഞാൻ ആദ്യം തന്നെ 2 പച്ചമുളക് ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതുകൂടി നമുക്ക് മനസ്സിൽ കണ്ടിട്ട് വേണം നമ്മൾ എരിവ് ചേർക്കാനായിട്ട്. ഇപ്പം ഞാനിവിടെ കുറച്ച് ഏലക്കാപ്പൊടി ചേർത്തു. അടുത്തതായിട്ട് പെരിഞ്ജീരകത്തിൻ്റെ പൊടി കുറച്ച് ചേർത്തു. ഇനി അടുത്തതായിട്ട് ഒരു 1.5 ടീസ്പൂൺ ഗരം മസാലയാണ് ചേർക്കുന്നത്. ഇപ്പോൾ ഗരം മസാല എന്ന് പറയുമ്പോൾ ഇതിൽ കറുകപ്പട്ട, ഗ്രാമ്പൂ, താക്കോലം ഇത് 3ഉം ഡ്രൈ റോസ്റ്റ് ചെയ്ത് പൊടിച്ചെടുത്ത പൊടിയാണ്. അപ്പം ഞാനതൊരു 1.5 ടീസ്പൂൺ ചേർത്തു. ഇനി അടുത്തതായിട്ട് ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ചേർത്തത്. അത് ക്രഷ്ഡ് കുരുമുളക് പൊടിയാണ്. അപ്പം ഇതും കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. ഇപ്പം ഇവിടെ ടർക്കിയുടെ ഇറച്ചി കഷ്ണങ്ങളാണ്. ഞാനൊരു ഹാഫ് പോർഷൻ ടർക്കിയാണ് വാങ്ങിയത്. അപ്പോൾ ഏകദേശം ഒരു 1 തൊട്ട് 1.25 കിലോ ഇറച്ചിയാണ് കിട്ടിയത്. അപ്പം നമ്മളുടെ ഇറച്ചിയുടെ ഇതിനനുസരിച്ച്, അതായത് വലിപ്പത്തിനനുസരിച്ച് നമുക്ക് അതിൻ്റെ വേവ് മാറും. അപ്പം ഇതിവിടെ ഒരു 1.25 കിലോ എന്ന് പറയുമ്പോൾ വലിയ കോഴിയല്ല, ഒരു സാധാരണ ഇടത്തരം കോഴിയാണ് കിട്ടിയിരിക്കുന്നത്. അപ്പം ഈ ടർക്കി ഇറച്ചി മുഴുവൻ ഞാൻ ഈ മസാലക്കൂട്ടിലോട്ട് ഇവിടെ ചേർക്കുകയാണ്.
അപ്പോൾ ഇത് ഇറച്ചി നന്നായി കഴുകി അതിൻ്റെ വെള്ളമൊക്കെ ഊറ്റിക്കളഞ്ഞ് എടുത്ത ഇറച്ചിയാണ്. അപ്പോൾ ഇത് ഞാനൊരു നന്നായിട്ട് ആ മസാലയായിട്ടൊന്ന് കൂട്ടി യോജിപ്പിക്കുകയാണ്. അപ്പം ഞാനിത് നേരത്തെ മാരിനേറ്റ് ചെയ്യാത്തത് കൊണ്ടാണ് ഞാനിവിടെ കംപ്ലീറ്റ് ഒന്ന് ആ മസാലയെല്ലാം കംപ്ലീറ്റ് ആ ഇറച്ചിയിലൊന്ന് പുരണ്ട് വരുന്നത് വരേക്കും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചു. എന്നിട്ട് ഇനി ഇതിനെ ഞാൻ ലോ ടു മീഡിയം ഫ്ലെയിമിൽ അടച്ചു വെച്ച് ഞാനതിനെ വേവിക്കുകയാണ്. അപ്പോൾ ഇതിൽ നിന്ന് ആ ഇറച്ചിയിൽ നിന്നുള്ള വെള്ളം ഇറങ്ങാൻ വേണ്ടിയാണ് ഞാൻ ആദ്യം ലോ ഫ്ലെയിമിലിട്ട് വേവിക്കുന്നത്. അപ്പം നമുക്കിവിടെ കാണാം അതിൽ നിന്നുള്ള വെള്ളം ഇറങ്ങി തുടങ്ങി. ഇനി ഞാനതിനെ മീഡിയം ടു ഹൈ ഫ്ലെയിമിലോട്ട് മാറ്റുകയാണ്. കാരണം ഇനി നമുക്കിത് നന്നായിട്ട് വെന്ത് വരണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരു വലിയ കഷ്ണം ഇറച്ചി, അതായത് ആ കാലിന്റെ കഷ്ണം ഉള്ളതിനെ ഞാനൊന്ന് നടുക്കോട്ടാക്കി അഡ്ജസ്റ്റ് ചെയ്യാണ്. അപ്പം നമുക്ക് കാരണം കാലിന്റെ വലിയ കഷ്ണം ആയതുകൊണ്ട് തന്നെ അതിന് വേവ് കൂടുതലുണ്ട്. അപ്പം അതുകൊണ്ടാണ് ഞാൻ നടുക്കോട്ടാക്കിയിട്ടിട്ട് മറ്റു കഷ്ണങ്ങൾ അതിനെ പൊതിഞ്ഞു വരുന്നത് മാതിരി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ഇട്ട് അതിനെ വേവിക്കാൻ പോവുകയാണ്. അപ്പം ഇനി ഞാൻ വീണ്ടും അടച്ചു വെക്കുകയാണ്. അപ്പോൾ കുറച്ച് കറിവേപ്പിലോട് കൂടി ഇട്ടു. എന്നിട്ട് അടച്ചു വെച്ച് ഒരു 10 മിനിറ്റ്സ് ഞാൻ മീഡിയം ടു ഹൈയിലിട്ട് വേവിച്ചു. അപ്പോൾ നമുക്ക് ഇവിടെ കാണാം കംപ്ലീറ്റ് ആ വെള്ളം എന്ന് പറയുന്നത് ഇറച്ചിയിൽ നിന്ന് ഇറങ്ങി വന്ന വെള്ളമാണ്. ഞാൻ ഒട്ടും തന്നെ വെള്ളം ചേർത്തിട്ടില്ല. അപ്പം നമ്മുടെ ഈ ഗ്രേവി മുഴുവൻ ഈ ഇറച്ചിയിൽ നിന്നുള്ള വെള്ളം കൊണ്ട് തന്നെയാണ് വരുന്നത്. അപ്പം ഞാനിവിടെ ഉപ്പ് നോക്കി മുളക് വേണമെങ്കിൽ നമുക്കിവിടെ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഞാൻ വീണ്ടും ഇതിനെ അടച്ചു വെച്ച് ഒരു 5 to 10 മിനിറ്റ്സ് കൂടി വേവിച്ചു. അപ്പോൾ ടോട്ടൽ കുക്കിംഗ് ടൈം, അതായത് ഇറച്ചി ഇട്ടതിന് ശേഷമുള്ള കുക്കിംഗ് ടൈം ഒരു 20 മിനിറ്റ്സ് ആയിരുന്നു. എന്നിട്ട് ഇപ്പം നമുക്കിവിടെ കാണാം ഗ്രേവിയൊക്കെ നല്ല തിക്കായി. നമ്മൾ കുറച്ച് മല്ലിച്ചപ്പ് കൂടി ചേർത്ത് ഇതിനൊന്ന് മിക്സ് ചെയ്ത് നമുക്കിതിനെ നല്ല ചൂടോടുകൂടി തന്നെ നമുക്കിതിനെ വിളമ്പാവുന്നതാണ്. ടർക്കി കറി തയ്യാറായിട്ടുണ്ട്. നമുക്കിതിനെ ചപ്പാത്തിയുടെ കൂടെയോ ചോറിൻ്റെ കൂടെയോ കൂട്ടി കഴിക്കാവുന്നതാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. Thank you for watching this video.